തിരിച്ചടിക്കും എന്ന് പറഞ്ഞാൽ ഇന്ത്യ തിരിച്ചടിച്ചിരിക്കും. പഹൽഗാമിൽ നമ്മൾ കണ്ടു നിരായുധരായ മനുഷ്യരെ, അതും പുരുഷന്മാരെ തെരഞ്ഞു പിടിച്ച് സ്വന്തം കുടുംബത്തിന്റെ മുൻപിൽ പോയിന്റ് ബ്ലാങ്കിൽ വകവരുത്തിയ ആ നെറുകെട്ട തീവ്രവാദി ആക്രമണം. അതിന് പകരം ഇന്ത്യ ചോദിച്ചിരിക്കുന്നു. അതായത് ഭാരത സ്ത്രീകളുടെ സിന്ദൂരം മായ്ക്കാൻ തുനിഞ്ഞിറങ്ങിയ ടെററിസ്റ്റുകളെ ഭസ്മമാക്കാൻ ഇന്ത്യ നടത്തിയ ആ സൈനിക നീക്കത്തിനിട്ട പേരും വളരെ സിംബോളിക്കലാണല്ലേ, ഓപ്പറേഷൻ സിന്ദൂർ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് ആഴത്തിൽ പഠിക്കാൻ പോകുന്നത്. കാര്യം ഇന്ന് നടന്ന സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഇന്റർവ്യൂ ഘട്ടത്തിൽ പോലും ഈ ടോപ്പിക്കിന് ഇൻഫ്ലുവൻസ് ഉള്ള ചോദ്യങ്ങൾ വന്നിരുന്നു. ഇനി വരാൻ പോകുന്ന PSC UPSC പരീക്ഷകൾക്കൊക്കെ ഇവിടെ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. സർവോപരി ആത്മാഭിമാനമുള്ള ഓരോ ഇന്ത്യക്കാരനും അറിഞ്ഞിരിക്കേണ്ട ഇന്ത്യയുടെ സൈനിക ശക്തിയുടെ പൊരുളാണ് ഈ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. കാര്യം ഒരു ക്രോസ് ബോർഡർ ആന്റി ടെററിസ്റ്റ് അറ്റാക്കിന്റെ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ക്ലാസിക്കലായ എക്സാമ്പിൾസിൽ ഒന്നാണ് ഇന്ന് നടന്ന ഓപ്പറേഷൻ സിന്ദൂർ. സോ ഈ ഒരു ടോപ്പിക് നമുക്ക് ആഴത്തിൽ പഠിക്കാം. ഇന്നത്തെ ക്ലാസ് നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പൊ ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക, ഇത്തരത്തിലുള്ള നോട്ട്സും ഡെയിലി അവിടെ നിന്ന് ഫ്രീ മോക്ക് ടെസ്റ്റുകളും ഒക്കെ കൃത്യമായി ഉപയോഗിച്ച് തന്നെ മുന്നോട്ട് പോവുക. യുദ്ധതന്ത്രത്തിൽ പ്രിസിഷൻ വാർഫെയർ എന്നൊരു സെഗ്മെന്റ് ഉണ്ട്. അതായത് നമ്മൾ എപ്പോഴും യുദ്ധം നടക്കുമ്പോൾ ഒരു ബോംബ് പൊട്ടിച്ചാൽ പോലും അവിടെ സാധാരണക്കാർ മരണപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മൾ തീവ്രവാദികളെ ലക്ഷ്യം വെച്ച് ബോംബിട്ടാൽ പോലും അവിടെ സാധാരണപ്പെട്ട സിവിലിയൻസ് ടാർഗറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇതിനെ ഓവർകം ചെയ്യാനാണ് നമ്മൾ പ്രിസിഷൻ വാർഫെയർ, അത് വളരെ പ്രിസൈസ് ആയി ലക്ഷ്യസ്ഥാനത്ത് തന്നെ കൊള്ളുന്ന രീതിയിൽ ആയുധങ്ങൾ അയക്കുക, നമ്മുടെ ടാർഗറ്റ് അത് തീവ്രവാദികൾ അവരെ മാത്രം കൊല്ലുന്ന രീതിയിൽ തന്ത്രങ്ങൾ മെനക്കുക. ഇതാണ് പ്രിസിഷൻ വാർഫെയർ എന്ന് പറയുന്നത്. അപ്പൊ പ്രിസിഷൻ വാർഫെയർ ആണ് ഇന്ത്യ ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇതിന്റെ ചലഞ്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഇന്ത്യക്ക് സമ്പൂർണമായ കൺട്രോൾ ഉള്ള ഒരു ടെറിട്ടറിയിലല്ല അവർ നടത്തിയത്. നമ്മൾ ബോർഡർ കടന്നു, അതായത് പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലും പാകിസ്ഥാനിലുമുള്ള ഏകദേശം 9ഓളം തീവ്രവാദ കേന്ദ്രങ്ങളിലാണ് നമ്മൾ പ്രിസിഷൻ വാർഫെയർ നടത്തിയിട്ടുള്ളത്. കൃത്യമായി ബങ്കറുകൾ ടാർഗറ്റ് ചെയ്യുക, കൊളാട്രൽ ഡാമേജ്. അത് ഇത്തരം യുദ്ധത്തിന്റെ സമയത്ത് സാധാരണക്കാർ മരിക്കുമല്ലോ, അത് എത്തിക്കലായ ഒരു കാര്യമല്ല. അപ്പൊ അതിനെയാണ് നമ്മൾ കൊളാട്രൽ ഡാമേജ് എന്ന് പറയുന്നത്. കൊളാട്രൽ ഡാമേജ് മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് ഹിസ്ബുൾ മുജാഹിദീൻ അല്ലെങ്കിൽ ലഷ്കർ ഇ തോയ്ബ അത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾക്കെതിരായാണ് ഇന്ത്യ ഒരു അറ്റാക്ക് നടത്തിയത്. ഇവിടുന്ന് 2 ഡേറ്റുകൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അതായത് ഓപ്പറേഷൻ സിന്ദൂർ ഇന്നാണ് നടത്തിയത് അല്ലെ, മെയ് 7 നടത്തി. ഇത് എന്തിന് പ്രതികാരം ചെയ്യാൻ ഇന്ത്യ നടത്തിയത്? പഹൽഗാം ടെററിസ്റ്റ് അറ്റാക്ക്. അതിന്റെ ഡേറ്റ് ഏപ്രിൽ 22 ആണ് 2020. അതെല്ലാവർക്കും അറിയാം. ഇതിന് നമ്മൾ പ്രതികാരം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച തന്ത്രം എന്താണ്? പ്രിസിഷൻ വാർഫെയർ. കാര്യം നേരത്തെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ പല വ്യോമസേന വെച്ച് പല ആക്രമണം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ആർമി, നേവി, എയർഫോഴ്സ് 3 സേനകൾ സംയുക്തമായാണ് ആക്രമണം നടത്തിയത്. ചില്ലറക്കാരെ അല്ല നമ്മൾ ലക്ഷ്യമിട്ടത്. ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ ഇവരെ ഒക്കെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇന്ത്യ ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. അപ്പോ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ ബോർഡർ ക്രോസ് ചെയ്യാതെ നമ്മുടെ ബോർഡറിന്റെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ടാണ് ഇത്രയും എഫക്റ്റീവായി പ്രിസൈസ് ആയി ടെററിസ്റ്റ് കേന്ദ്രങ്ങൾ ആക്രമിച്ചത്. അവിടെ ടെററിസ്റ്റുകളുടെ സേഫ് ഹൗസസ് ഉണ്ട്, ട്രെയിനിങ് സെന്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ആയുധ ശേഖരങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളുണ്ട്. പല പല കേന്ദ്രങ്ങളാണ് ഇന്ത്യ ടാർഗറ്റ് ചെയ്തത്. അപ്പൊ ഇവിടെ നമുക്ക് എക്സാമിന് വരാൻ സാധ്യത ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സൈനിക തന്ത്രമായ കോൾഡ് സ്റ്റാർട്ട് ഡോക്ട്രിൻ എന്താണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഈ ഒരു അറ്റാക്കിന്റെ സമയത്ത് നമ്മൾ ഉപയോഗിച്ച സ്കാൽപ് മിസൈൽസ് എന്താണ്, ഹാമർ മിസൈൽസ് എന്താണ്, അല്ലെങ്കിൽ ക്രൂസ് മിസൈലും ബാലിസ്റ്റിക് മിസൈലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അതുപോലെ തന്നെ കാമക്കാസെ ഡ്രോൺസ് എന്താണ്, അല്ലെങ്കിൽ 2ാം ലോക മഹായുദ്ധ കാലത്ത് ജപ്പാൻ ഉപയോഗിച്ച യുദ്ധതന്ത്രം എങ്ങനെയാണ് ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറുമായി ലിങ്ക് ചെയ്തിരിക്കുന്നത്, ഇതൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ് വിശാലമായി പഠിക്കാൻ പോവുകയാണ്. അതിന് അടിസ്ഥാനം, ഇത്തരം ചോദ്യങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതാണ്. ഗവൺമെന്റ് തന്നെ റിലീസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. Our actions have been focused measures and it is non-escalatory in nature. ഇതാണ് കോൾഡ് സ്റ്റാർട്ട് ഡോക്ട്രിൻ എന്ന് പറയുന്നത്. കോൾഡ് സ്റ്റാർട്ട് തത്വം, ഡോക്ട്രൈൻ. അതായത് 1971 യുദ്ധത്തിന് ശേഷം ഇന്ത്യ ഡിവൈസ് ചെയ്തൊരു സൈനിക തന്ത്രമാണിത്. ഇത് ഇന്ത്യൻ ഗവൺമെന്റ് ഒഫീഷ്യലി അംഗീകരിച്ചിട്ടില്ല. നമ്മുടെ അനാലിസിസ് ആണ് ഈ പറയുന്നത്. എന്താണ് കോൾഡ് സ്റ്റാർട്ട് ഡോക്ട്രൈൻ? പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, അതൊരു ന്യൂക്ലിയർ കൺട്രിയാണ്. പാകിസ്ഥാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള രാജ്യമാണ്. അപ്പൊ ആ രാജ്യത്തിന് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ
പാകിസ്ഥാൻ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കാതെ ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയുടെയും കൂടെ ആവശ്യമാണ്. പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ വെപ്പൺ ഇങ്ങോട്ട് ഉപയോഗിച്ചാൽ നമ്മൾ 100 തിരിച്ചു ഉപയോഗിക്കും, പാകിസ്ഥാനെ ഭസ്മമാക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ പാകിസ്ഥാൻ അത്തരത്തിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലും കാഷ്വാലിറ്റി വരും. അതുകൊണ്ട് തന്നെ കോൾഡ് സ്റ്റാർ ഡോക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ അത് എസ്കലേറ്റ് ചെയ്ത് പോകും, അതൊരു ന്യൂക്ലിയർ വാർഫെയർ, അണുവായുധ യുദ്ധത്തിലേക്ക് എസ്കലേറ്റ് ചെയ്ത് പോകാതെ കണ്ടെയ്ൻ ചെയ്ത് നിർത്താൻ, എന്നാൽ അറ്റ് ദ സെയിം ടൈം പാകിസ്ഥാന് നല്ല അടി കൊടുക്കുകയും വേണം. അങ്ങനെ കണ്ടെയ്ൻ ചെയ്ത് നിർത്താൻ സ്ട്രാറ്റജിക്കലി തയ്യാറാക്കിയ ഒരു തത്വമാണ് കോൾഡ് സ്റ്റാർ ഡോക്ട്രിൻ. അതിന്റെ റിഫ്ലക്ഷൻ നമ്മൾ ഇവിടെ കാണുന്നത്. ഇറ്റ് ഈസ് നോൺ എസ്കലേറ്ററി ഇൻ നേച്ചർ. അതായത് പഹൽഗാം അറ്റാക്കിന് പകരം ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞു, ഇനി ഞങ്ങൾ അനാവശ്യമായിട്ട് പ്രകോപിപ്പിച്ച് ഞങ്ങൾ ഇനി അറ്റാക്ക് ചെയ്യും, അതല്ലെങ്കിൽ ഞങ്ങൾ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അത് നോൺ എസ്കലേറ്ററി എന്ന് ഇന്ത്യ പറയാനുള്ള റീസൺ. അതുകൊണ്ട് തന്നെയാണ് ഒരു പാകിസ്ഥാൻ മിലിറ്ററി ഫെസിലിറ്റി നമ്മൾ അറ്റാക്ക് ചെയ്തിട്ടില്ല. കാര്യം പാകിസ്ഥാൻ പട്ടാളം അല്ല നമ്മൾ അറ്റാക്ക് ചെയ്തത്, പാകിസ്ഥാൻ തീവ്രവാദികളാണ്. ആ തീവ്രവാദികൾക്ക് പരിശീലനം കൊടുക്കുന്നത് പാകിസ്ഥാൻ പട്ടാളമാണ്, സമ്മതിക്കുന്നു. പക്ഷേ അതൊരു പ്രോക്സി വാറാണ്, ഇൻഡയറക്ട് വാറാണ്. മാത്രമല്ല പട്ടാളത്തെ നേരിട്ട് ആക്രമിച്ച് എന്ത് പറ്റും, ഒരു ഒഫീഷ്യൽ വാർഫെയറിലേക്ക് പോകാനുള്ള സാധ്യത വളരെ അധികമാണ്. കാര്യം പാകിസ്ഥാൻ പട്ടാള മേധാവിക്ക് വേണ്ടത് അത് തന്നെയാണ്, ഒരു യുദ്ധമാണ് അദ്ദേഹത്തിന് വേണ്ടത്. പക്ഷേ ഇന്ത്യ ഈസ് നോട്ട് റെഡി ടു ഡു ദാറ്റ്. അല്ല, അദ്ദേഹത്തിന് വേണ്ടത് ഡെലിവറി ചെയ്യാനല്ല ഇന്ത്യ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ മിലിറ്ററി ഫെസിലിറ്റീസ് നമ്മൾ അറ്റാക്ക് ചെയ്തിട്ടില്ല. മറ്റ് ഗവൺമെന്റ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻഡസ്ട്രീസ് ഒന്നും അറ്റാക്ക് ചെയ്തില്ല. തീവ്രവാദ കേന്ദ്രങ്ങളാണ് അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ we have demonstrated considerable restraint selection of target and method of execution. നമ്മൾ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടല്ല, അതായത് ചുമ്മാ കണ്ണടച്ച് വെടിവെക്കുകയല്ലേ, കൃത്യമായ പ്ലാനിങ്ങിലോടുകൂടി കൃത്യമായ റീസ്ട്രെയിൻ, ആത്മസമീപനം പാലിച്ചുകൊണ്ടാണ് ഈ ഒരു ഓപ്പറേഷൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തത്. അതാണ് അതിന്റെ ബ്യൂട്ടി. ചുമ്മാ കണ്ണടച്ച് വെടിവെക്കുക ആരെ കൊണ്ടും പറ്റും, പക്ഷെ ഇത് വളരെ തന്ത്രപരമായി സ്ട്രാറ്റജിക്കായി നടത്തിയ ഒരു ഓപ്പറേഷനാണ്. അപ്പോൾ ഇത് കൃത്യമായി മനസ്സിലാക്കുക. 1971 ശേഷം ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സും സംയുക്തമായി നടത്തുന്ന അപൂർവമായ അറ്റാക്സ് ഒന്നാണിത്. അത് തീവ്രവാദ കേന്ദ്രങ്ങളെ നേരിട്ടുണ്ട്. അവർ മിലിറ്ററി എക്സസൈസസ് നടത്തും. ഇതൊരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണ്. ഒരു തീവ്രവാദികളെ നേരിടാൻ വേണ്ടി ഈ 3 സേനകൾ ഒരുമിച്ച് നടത്തിയ അപൂർവമായിട്ട് ഇൻസിഡന്റ് ആണിത്. അതുകൊണ്ട് തന്നെയാണ് ഏകദേശം വെറും 23 മിനിറ്റ് നീണ്ടു നിന്ന ഈ ഒരു സ്ട്രൈക്കിൽ 9 കേന്ദ്രങ്ങൾക്ക് ഇത്രയും വലിയൊരു ഡാമേജ് പാകിസ്ഥാന് കൊടുക്കാൻ സാധിച്ചത്. അതുകൊണ്ടാണ് വെറും 23 മിനിറ്റ്. ഇത് കൺക്ലൂസീവ് അല്ല ഈ ഒരു കാര്യം. നമുക്ക് ഇന്നും നാളെയൊക്കെ കൊണ്ട് ഇതിനെപ്പറ്റി ഫുൾ ഡീറ്റെയിൽസ് ലഭിക്കും. ഏകദേശം ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു അറ്റാക്ക് ഇന്ത്യക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചത്. ഇവിടെ ഇന്ത്യയുടെ ആവനാഴിയിലെ പ്രധാനപ്പെട്ട അമ്പുകളായിരുന്നു സ്കാൽപ് മിസൈലും ഹാമർ മിസൈലും കാമിക്കാസി ഡ്രോൺസും. നമുക്കറിയാം റാഫേൽ വിമാനങ്ങൾ, ഫ്രാൻസിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്ത റാഫേൽ വിമാനങ്ങൾ, ആ റാഫേൽ വിമാനങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള സ്കാൽപ് മിസൈൽ, ഹാമർ മിസൈൽ അല്ലെങ്കിൽ കാമിക്കാസി ഡ്രോൺസ് പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ഈ ഒരു സ്ട്രൈക്ക് നടത്തിയതെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇതൊക്കെ ന്യൂസിലുണ്ട്. അപ്പൊ നമുക്ക് ഓരോ മിസൈൽസ് എങ്ങനെയാണ്, എന്താണ് അതിന്റെ ബ്യൂട്ടി എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, അല്ലെ? അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ആരും ചോദിക്കുകയാണ്, 2ാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ ഉപയോഗിച്ച ഒരു പർട്ടിക്കുലർ യുദ്ധതന്ത്രമുണ്ട്, അത് ഇന്ത്യ ഇവിടെ ഉപയോഗിച്ചത് എങ്ങനെയാണ്? ഈ വീഡിയോയുടെ അവസാനം എത്തുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കൃത്യമായ ഉത്തരം കിട്ടും. നമുക്ക് ആദ്യം സ്കാൽപ് മിസൈൽ എന്താണെന്ന് നോക്കാം. സ്കാൽപ് മിസൈൽ നമ്മൾ കണ്ടു, ഇന്ത്യ ഒരിക്കലും ഇന്ത്യൻ അതിർത്തി ക്രോസ് ചെയ്ത് മറ്റൊരു രാജ്യത്തിന്റെ വ്യോമാതിർത്തിയിൽ ചെന്നിട്ടല്ല ഈ അറ്റാക്ക് നടത്തിയത്. നമ്മുടെ അതിർത്തിയിൽ തന്നെ നിന്നിട്ടാണ് ഇത്രയും പ്രിസൈസ് ആയിട്ട് ഈ അറ്റാക്ക് ഇന്ത്യ നടത്തിയത്. അതിന് നമ്മെ ഹെൽപ്പ് ചെയ്ത 2 പ്രധാനപ്പെട്ട മിസൈൽസ് ആണ്. ഒന്ന് സ്കാൽപ്പും മറ്റൊന്ന് ഹാമർ മിസൈലും. സ്കാൽപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്റ്റോം ഷാഡോ. ഇത് ബ്രിട്ടനും ഫ്രാൻസും സംയുക്തമായി ഡെവലപ്പ് ചെയ്തൊരു ഒരു മിസൈൽ ടെക്നോളജിയാണ്. ബ്രിട്ടനിൽ, യുണൈറ്റഡ് കിങ്ഡത്തിൽ ഇതിനെ വിളിക്കുന്നത് സ്റ്റോം ഷാഡോ എന്നാണ്, ഫ്രാൻസിൽ സ്കാൽപ്പ് എന്ന് വിളിക്കും. ഇതിന്റെ ഫുൾ ഫോം ആണതല്ലേ, സിസ്റ്റം ദ ക്രോസർ അറ്റോണോമി എ ലോഞ്ച് പോർട്ട്. ഞാൻ പറഞ്ഞ കറക്റ്റ് ആണെന്ന്, ഉച്ചാരണം കറക്റ്റ് ആണെന്ന് എനിക്ക് അറിയില്ല. ഇതാണ് സ്കാൽപ്പിന്റെ ഫുൾ ഫോം, അക്രോണിം. യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ലോങ് റേഞ്ച് ഓട്ടോണോമസ് ക്രൂയിസ് മിസൈൽ സിസ്റ്റം എന്ന് പറയും. അതായത് ലോങ് റേഞ്ച് ആണ്, 250 കിലോമീറ്റർ മുതൽ 500 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ക്രൂയിസ് മിസൈൽ ആണ് ഇത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്താ, ഡീപ്പ് പെനിട്രേഷൻ സ്ട്രൈക്ക് ആണ്. ഇന്ത്യൻ അതിർത്തിയിൽ നിന്നുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഉള്ളിൽ കടന്ന് അറ്റാക്ക് ചെയ്തതിന് പറ്റും. ഇതാണ് ബോർഡർ ക്രോസ് ചെയ്യാതെ തന്നെ ഇന്ത്യക്ക് അറ്റാക്ക് നടത്താൻ സാധിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇത് ഭയങ്കര സ്റ്റെൽത്ത് കേപ്പബിലിറ്റിയാണ്. എന്താ സ്റ്റെൽത്ത് എന്ന് വെച്ചാൽ എന്താ, റഡാറുകളുടെ കണ്ണിൽ പെടാതെ ഒളിഞ്ഞ് പമ്മി
നമ്മുടെ ലക്ഷ്യസ്ഥാനം ഭേദിക്കാൻ സാധിക്കുന്ന മിസൈൽസിനാണ് സ്റ്റെൽത്ത് മിസൈൽസ് എന്ന് പറയുന്നത്. അത്തരത്തിൽ സഞ്ചരിക്കുന്ന എയർക്രാഫ്റ്റുകളാണ് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ്. നമുക്കറിയാം ഈ ഒസാമ ബിൻ ലാദനെ പിടിക്കാൻ അമേരിക്ക പോയ ഹെലികോപ്റ്റർ സ്റ്റെൽത്ത് ഹെലികോപ്റ്റർ ആയിരുന്നു. അമേരിക്ക പാകിസ്ഥാൻ ബോർഡർ കടന്നിട്ട് പോലും പാകിസ്ഥാൻ എയർഫോഴ്സ് അത് അറിഞ്ഞില്ല. അപ്പൊ സ്റ്റെൽത്ത് കേപ്പബിലിറ്റി യുദ്ധതന്ത്രത്തിലെ അടിസ്ഥാനപരമായിട്ടുള്ള കമ്പോണന്റുകൾ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മിസൈൽ സ്കാൽപ് മിസൈൽ സ്റ്റെൽത്ത് ആണ്. ഇടി ആയിക്കോട്ടെ, മഴ ആയിക്കോട്ടെ, വേനൽ, ഏത് വെതർ കണ്ടീഷനിലും ഇതിന് കൃത്യമായി ഹൈ പ്രിസിഷനിൽ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോ ഇതൊരു ക്രൂയിസ് മിസൈൽ എന്നാണ്. എന്താ ക്രൂയിസ് മിസൈൽ എന്താണ്? അതിനെപ്പറ്റി വേണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽഡ് മറ്റൊരു വീഡിയോ ചെയ്യാം. ഈ ക്രൂയിസ് മിസൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ തൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡയറക്ഷൻ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ പറ്റും. ഇപ്പൊ ഒരു എയർക്രാഫ്റ്റിനെതിരായിട്ട് നമ്മളൊരു ക്രൂയിസ് മിസൈൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എയർക്രാഫ്റ്റ് പോകുന്നതിന്റെ പുറവേ ക്രൂയിസ് മിസൈലും പോകും. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ചെറിയൊരു റോക്കറ്റ് ഉണ്ട്. അപ്പൊ അതിന് ഡയറക്ഷൻസ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റാൻ സാധിക്കും. പക്ഷെ ബാലിസ്റ്റിക് മിസൈൽ മീൻസ് നമ്മൾ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ച് ചെയ്തതിന്റെ പാരാബോളിക് പാത്ത് വേയിൽ കൃത്യമായ സ്ഥാനത്ത് നിന്ന് പതിക്കും. ഇതിന് പിന്നെ ഓൺ ദ വേയിൽ ഇതിന്റെ ഡയറക്ഷൻ ഒന്നും മാറ്റാൻ നോക്കത്തില്ല. അതാണ് ബാലിസ്റ്റിക് മിസൈൽ. നമുക്ക് ക്രൂസ് ഷിപ്പ് എന്ന് പറയത്തില്ല. ഷിപ്പ് എങ്ങനെ ക്രൂസ് ചെയ്യുന്നത്? ഡയറക്ഷൻ ഒക്കെ മാറ്റിയാണ് ഷിപ്പ് ക്രൂസ് ചെയ്യുന്നത്. അത് തന്നെയാണ് ക്രൂയിസ് മിസൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്കാൽപ് ഇറ്റ്സ് എ ലോങ് റേഞ്ച് ക്രൂസ് മിസൈൽ. അത് വിട്ടുപോലെ അത് ലോങ് റേഞ്ചിലുള്ള ക്രൂസ് മിസൈൽ ആണ്. അപ്പോൾ ഇതിന്റെ ഹൈലൈറ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെപ്പറ്റി പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ടെക്നോളജി ടെറൈൻ ഹഗ്ഗിങ് ആൾട്ടിറ്റ്യൂഡിൽ ഇതിന് പോകാൻ പറ്റുന്നുള്ളൂ. എന്താണ് ടെറൈൻ ഹഗ്ഗിങ്? നമ്മൾ നേരത്തെ കണ്ടു ഈ സ്കാൽപ് മിസൈൽസിന് പാകിസ്ഥാൻ റഡാറുകളുടെ കണ്ണ് വെട്ടിക്കാൻ സാധിച്ചു. കാരണം റഡാർ എന്ന് പറയുന്ന സംഭവം ഇപ്പൊ റഡാർ ആണെങ്കിൽ ഇത് ആകാശത്തോട് അല്ലെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡിലോട്ടാണ് ജനറലി കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനെ കണ്ണുവെട്ടിക്കാനായിട്ട് ടെറൈൻ ഭൂമിയോട് ക്ലോസ് ആയിട്ടാണ് ഈ സ്റ്റെൽത്ത് മിസൈലുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് നല്ല കഷ്ടപ്പാടാണ്. നമുക്കറിയാം നല്ല ഹൈറ്റിൽ മിസൈൽസിന് പോകാനായിട്ട് കുറച്ചുകൂടി ഈസി ആയിരുന്നു, ഫ്രിക്ഷൻ കുറവായിരിക്കും, പല പല ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ ഭൂമിയോട് ചേർന്ന് ഒരു മിസൈലിന് കൃത്യമായി പോകണമെങ്കിൽ അതിന് ഹൈ ലെവൽ ഓഫ് ടെക്നോളജി വേണം. അത് ടെറൈനോട് ചേർന്ന് ടെറൈനെ കെട്ടിപ്പിടിക്കുന്നത്, ടെറൈൻ ഹഗ്ഗിങ് എന്നൊരു ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പൊ ഇതിന് അങ്ങനെയുള്ള കെപ്പബിലിറ്റി ഉണ്ട്. ലോ ആൾട്ടിറ്റ്യൂഡ്, എക്സ്ട്രീമിൽ ലോ ആൾട്ടിറ്റ്യൂഡിൽ ഇതിന് സഞ്ചരിക്കാൻ സാധിക്കും. അതുകൊണ്ട് റഡാറുകളുടെ കണ്ണുകളെ വെട്ടിക്കാൻ ഇതിന് സാധിക്കും. ഇതിന്റെ ചരിത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കണ്ടു ഫ്രാൻസും യുണൈറ്റഡ് കിങ്ഡവും ചേർന്നാണ് ഇതിനെ നിർമ്മിച്ചതെങ്കിലും ഇപ്പൊ മാനുഫാക്ചർ ചെയ്യുന്ന MBDA എന്ന് പറയുന്ന കോർപ്പറേഷനാണ്. അപ്പോ സ്കാൽപ് മിസൈൽസിന്റെ ബേസിക് ഡേറ്റ ഒക്കെ കിട്ടി. സ്കാൽപ് മിസൈൽസിന്റെ ഒപ്പം നമ്മൾ ഉപയോഗിച്ച മറ്റൊരു പ്രധാനപ്പെട്ട മിസൈലാണ് ഹാമർ, ചുറ്റിക, ഹൈലി എജൈൽ മോഡുലാർ മ്യൂണീഷൻ എക്സ്റ്റെൻഡഡ് റേഞ്ച്. ഇത് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ബങ്കറുകളൊക്കെ ഉണ്ടല്ലോ, വളരെ പ്രിസൈസ് ആയിട്ടുള്ള ടാർഗറ്റിൽ അത് ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാര്യം ഇത് ഷോർട്ട് റേഞ്ച് മിസൈലാണ്. ഷോർട്ട് റേഞ്ച് ടാക്ടിക്കൽ മിസൈലാണ്. 70 കിലോമീറ്റർ ഒക്കെ റേഞ്ച് ഉള്ളൂ. നമ്മൾ സ്കാൽപ് കണ്ടു 250 മുതൽ 500 കിലോമീറ്റർ വരെ അതിന് റേഞ്ച് ഉണ്ട്. പക്ഷെ ഇത് 70 കിലോമീറ്റർ ആണ് റേഞ്ച്. ഇത് സ്പാർട്ട് പ്രിസിഷൻ ഗൈഡഡ് എയർ ഗ്രൗണ്ട് വെപ്പൺ ആണ്. അതായത് എയറിൽ നിന്നും ഗ്രൗണ്ടിലേക്ക് തൊടുക്കാൻ സാധിക്കുന്ന വെപ്പൺ എന്നുള്ളത് ഓർക്കുക. ഇത് എനിക്ക് ഓർമ്മയുണ്ട്, ഫെബ്രുവരിയിലാണ് ഞാൻ ഇതിനെപ്പറ്റി ആദ്യമായി കേൾക്കുന്നത്. കാര്യം അന്ന് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഫ്രാൻസിലെ സഫ്രൻ ഇലക്ട്രോണിക്സും കൂടെ ചേർന്ന് ഈ മിസൈൽ ഇന്ത്യയിൽ തദ്ദേശികമായി നിർമ്മിക്കാൻ തയ്യാറെടുക്കുന്നു. കാര്യം ഈ മിസൈൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന റഫേൽ എയർക്രാഫ്റ്റുകളുണ്ടല്ലോ അതിൽ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. മാത്രമല്ല ടെക്നോളജി ട്രാൻസ്ഫർ ആണ്. അല്ല, ആത്മനിർഭർ ഭാരത് എന്ന എക്കണോമിക്സിന്റെ കണ്ടഫയർ ആയിരുന്നു. ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായി ഇന്ത്യയിൽ സ്വന്തമായി മിസൈലുകൾ ഉണ്ടാകും. അപ്പൊ ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി കുറയ്ക്കാം. നമ്മൾ മിസൈൽ ഇമ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മൾ സ്വയം നിർമ്മിക്കുന്നതല്ലേ. ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ വാർത്ത വായിച്ചത് ഞാൻ ഓർക്കുന്നു. അപ്പോഴാണ് ഇന്നാണ് അതിന്റെ ഇമ്പാക്ട് മനസ്സിലാവുന്നത്, എത്രത്തോളം കാൽക്കുലേറ്റഡ് ആയാണ് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസ് മൂവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. കാര്യം ഇത് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച മിസൈൽ ആവാം അവിടെ ഉപയോഗിച്ചത്. കാര്യം ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഇപ്പൊ ഇതിന്റെ ടെക്നോളജി ട്രാൻസ്ഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിലേക്ക് ഇന്ത്യൻ പട്ടാളം അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യം പോകുന്നു എന്നുള്ളത് നമുക്കൊക്കെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്, അല്ലെ? യെസ്. അപ്പൊ ഇതാണ് അതിന്റെ കോണ്ടെക്സ്റ്റ്. അപ്പോ സ്കാൽപ് കണ്ടു, ഹാമർ കണ്ടു. നമുക്കിനി കാണാൻ പോകുന്നത് കാമിക്കാസെ ഡ്രോൺസ് ആണ്. ഇത് രസകരമാണ്. ഞാൻ സെക്കൻഡ് വേൾഡ് ഹിസ്റ്ററി, എന്റെ ബാച്ചസ്റ്റർക്ക് വേൾഡ് ഹിസ്റ്ററി മിക്കുള്ള പോർഷൻസിൽ എടുക്കുന്നത് ഞാനാണ്. അപ്പോ അതില് ഡിഗ്രി ലെവലിലൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പറയുന്ന എക്സാമ്പിൾ ആണ് ജപ്പാന്റെ യുദ്ധതന്ത്രം. കാര്യം അവർ സാമുറായിസാ, അവർക്ക് തോൽവിയേക്കാൾ അവർക്കിഷ്ടം മരണമാണ്. അതുകൊണ്ട് തന്നെ 2ാം ലോക മഹായുദ്ധം നമ്മൾ കണ്ടു, ഈ ജർമ്മനിയും ഇറ്റലിയും എല്ലാവരും തോൽവി സമ്മതിച്ചിട്ടും തോൽവി സമ്മതിക്കാതെ നിന്ന രാജ്യമാണ് ജപ്പാൻ. അവസാനം ഗതി ഇട്ടിട്ട് അവിടെ നിന്ന് ആറ്റം ബോംബ് പൊടിച്ച് നിർത്തുന്നത്. കാര്യം അവർ തോൽവി സമ്മതിക്കുന്നില്ല. ആറ്റം ബോംബ് ഇട്ടതിനു ശേഷം ജപ്പാൻ കീഴടങ്ങുന്നു. അതാണ് അതിന്റെ ചരിത്രം.
അപ്പൊ അത്രയും യുദ്ധവെറിയന്മാരും അല്ലെങ്കിൽ തോൽവിയെ പറ്റി ചിന്തിക്കാൻ പറ്റാത്തവരും തോൽവിയേക്കാൾ ഭേദമാണ് മരണം എന്ന സാമുറായി തത്വം അനുസരിക്കുന്നവരാണ് ജാപ്പനീസ് പട്ടാളക്കാര്. അപ്പൊ അവര് അവസാനമൊക്കെ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ ഈ കാമിക്കാസി പൈലറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പൈലറ്റുമാരെ ട്രെയിൻ ചെയ്യും. എന്നിട്ട് വിമാനത്തിനകത്ത് എക്സ്പ്ലോസീവ്സ് ഒക്കെ കുത്തി നിറച്ച് ഈ വിമാനം ശത്രു കേന്ദ്രങ്ങളിലേക്ക് ഇടിച്ചിറക്കും. നമ്മൾ വിമാനത്തിൽ പോയി ബോംബിടുന്നത് അതിനേക്കാൾ പലപ്പോഴും എഫക്റ്റീവായി വരുന്ന വിമാനം തന്നെ ഒരു സ്ഥലത്ത് ഇടിച്ചു കയറ്റുമ്പോൾ നമ്മൾ കണ്ടിരുന്നു. വേൾഡ് ട്രേഡ് സെന്റർ അറ്റാക്ക് ചെയ്ത് എങ്ങനെയാ തീവ്രവാദികൾ വിമാനം കട്ടെടുത്തിട്ട് വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് ഇടിച്ച് നിർത്തുമായിരുന്നു. ഇതൊക്കെ ജപ്പാൻ പണ്ട് ഉപയോഗിച്ച യുദ്ധതന്ത്രമാണ്. കാര്യം വിമാനങ്ങളിൽ എക്സ്പ്ലോസീവ്സ് കുത്തി നിറച്ച് എന്ത് ചെയ്യും, ശത്രു കേന്ദ്രങ്ങളിൽ വിമാനം ഇടിച്ച് വിമാനത്തിലുള്ള പൈലറ്റുമാർ സഹിതം മരിക്കും. അതായത് അതൊരു സൂസൈഡ് മിഷൻ ആണ്. അത്തരം പൈലറ്റുമാരെ അന്ന് വിളിച്ചിരുന്ന പേരാണ് കാമിക്കാസെ പൈലറ്റ്സ്, കാമിക്കാസെ എയർക്രാഫ്റ്റ് എന്ന് പറയും. ഈ യുദ്ധതന്ത്രം നമ്മളിന്ന് മോഡേൺ വാർഫെയറിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് മനുഷ്യന്റെ ജീവൻ അല്ലെങ്കിൽ പൈലറ്റിന്റെ ജീവൻ അവിടെ ബലി കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഇവിടെ ഡ്രോണുകൾ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് അല്ലെ, UAV എന്ന് പറയും. ഇതിനകത്ത് മനുഷ്യന്മാരെ നേരിട്ട് വേണമെന്നില്ല, റിമോട്ട് വഴി കൺട്രോൾ ചെയ്യാം. ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ കുത്തി നിറച്ച ഡ്രോൺസ് ആണ് കാമിക്കാസെ ഡ്രോൺസ്. നമ്മൾ കണ്ടിരുന്നു റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടത് റഷ്യ ഉക്രൈനെതിരായിട്ടും കാമിക്കാസെ ഡ്രോൺസ് യൂസ് ചെയ്തതായി നമ്മൾ കണ്ടിരുന്നു. അതുപോലെ പല രാജ്യങ്ങളും ഇപ്പോഴും കോൺഫ്ലിക്റ്റ് ആണ് കാമിക്കാസെ ഡ്രോൺസ് യൂസ് ചെയ്യുന്നത്. ഓരോ രാജ്യങ്ങളും അത് പ്രൊഡ്യൂസ് ചെയ്യുക. ലോകത്തിലെ ഏറ്റവും മോഡേൺ കാമിക്കാസെ ഡ്രോൺസ് എന്ന് പറയപ്പെടുന്നത് അമേരിക്കയുടെയാണ്. സോ ഓരോ രാജ്യങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ലൈൻ ഓഫ് കാമിക്കാസെ ഡ്രോൺസ് ഉണ്ട്. സോ ഈ ഒരു വാർഫെയർ നമ്മൾ ഈ ഡ്രോൺസ് യൂസ് ചെയ്തിരുന്നു. കാര്യം ഡ്രോൺസ് അൺമാൻഡ് ആയിട്ടുള്ള ഏരിയൽ വെഹിക്കിൾസ് എക്സ്പ്ലോസീവ്സ് കുത്തി നിറച്ച് ഈ ടെററിസ്റ്റുകളുടെ നെഞ്ചത്തേക്ക് ഇന്ത്യ അയച്ചു. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്വിച്ച് ബ്ലേഡ് എന്ന് ഇതിനെ വിളിക്കും. കാര്യം ഇതും റഡാറിൽ കണ്ടെത്താൻ പാടാണ്. കാര്യം ലോ ആൾട്ടിറ്റ്യൂഡിൽ സഞ്ചരിക്കുന്നതാണ്, റഡാറിൽ ഇതിനെ കണ്ടെത്താൻ നല്ല പാടാണ്. ഇത് എക്സ്ട്രീംലി എന്താ പറയാ ഹൈടെക് ആണ്. ഫേഷ്യൽ റെക്കഗ്നിഷൻ അതുപോലും വെച്ച് കൃത്യമായിട്ട് പ്രിസൈസ് ആയി, അതാണ് പ്രിസിഷൻ വാർഫെയറിന്റെ ഒരു ഹൈലൈറ്റ്. അതാണ് വളരെ കൃത്യമായി ഒരാളുടെ ഫേസ് ID വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, അയാൾ നിൽക്കുന്ന സ്ഥലം ബോംബിട്ട് തകർക്കാം. അത്രയ്ക്ക് ഹൈടെക് ആണ് ഇതെന്നുള്ളൊരു കാര്യം ഓർക്കുക. അപ്പോ ഇവിടെ ഇതിന്റെ കൂട്ടത്തിൽ ഒന്ന് നമുക്ക് റാഫേൽ എയർക്രാഫ്റ്റിന്റെ സിഗ്നിഫിക്കൻസിനെ കുറച്ച് കാണാൻ ഒക്കില്ല. ഇതൊക്കെ റാഫേൽ എയർക്രാഫ്റ്റിലായിരുന്നു നമ്മൾ നേരത്തെ മിസൈൽസ് ഒക്കെ ഘടിപ്പിച്ചിരുന്നത് അല്ലെ. റാഫേൽ എയർക്രാഫ്റ്റിനെ പറ്റി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എനിക്ക് നിങ്ങളടുത്തുള്ള ഒരു സജഷൻ ഇതാണ്, ഈ ഒരു മിലിറ്ററി ഓപ്പറേഷനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ പറയാം. കാര്യം ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാൻ പറ്റിയ ദിവസമാണെന്ന്. കാര്യം നമ്മൾ നല്ല രീതിയിൽ അതിനൊരു പകരം ചോദിച്ചിരിക്കുന്നു. കോൾഡ് സ്റ്റാർ ഡോക്ട്രൈൻ വളരെ ടെക്സ്റ്റ് ബുക്ക് ലെവലിൽ തന്നെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം. അപ്പൊ ഇതുപോലെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ സിവിൽ സർവീസ് അല്ലെങ്കിൽ PSC എക്സാംസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇനിയും ലഭിക്കുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ കോഴ്സസിനെ പറ്റി അറിയാൻ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ.